പാലക്കാട് നിയോജക മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നതോടുകൂടി ശരിക്കും തകർന്നിരിക്കുന്നത് BJPയുടെ നേതൃത്വം തന്നെയാണ്. സംസ്ഥാന നേതൃത്വം അടപടലം തകർന്നിരിക്കുന്ന ഒരവസ്ഥയിലാണ്. വല്ലാതെ അങ്ങ് വോട്ട് ശതമാനം കുതിച്ചു കയറും എന്ന് പ്രതീക്ഷിച്ചിരുന്നിടത്ത് വലിയ തകർച്ച ഉണ്ടായി എന്നുള്ളത് മാത്രമല്ല, BJP ഭരിക്കുന്ന രണ്ട് നഗരസഭ കേരളത്തിലുള്ളത്, ഒന്ന് പാലക്കാട് നഗരസഭയും മറ്റൊന്ന് പത്തനംതിട്ട ജില്ലയിലെ പന്തളം നഗരസഭയുമാണ്. എന്നാൽ പാലക്കാട് നഗരസഭയിൽ ഇവിടെയുള്ള മൊത്തം സീറ്റുകളുടെ എണ്ണം നോക്കുമ്പോൾ 28 വാർഡ് കൗൺസിലർമാരാണ് നഗരസഭയിൽ അവർക്കുള്ളത്. അവർക്ക് വലിയ ആധിപത്യമുള്ള പാലക്കാട് നഗരസഭയിൽ പോലും കഴിഞ്ഞ തവണ മെട്രോമാൻ ശ്രീധരൻ ഷാഫി പറമ്പിലിനെതിരെ മത്സരിച്ചപ്പോൾ 6300-ലധികം വോട്ടിൻ്റെ ലീഡ് നഗരസഭയിൽ നിന്നും നേടിയെടുത്തു. എന്നാൽ പിരായിരി, മാത്തൂർ, കണ്ണാടി തുടങ്ങിയ സ്ഥലങ്ങളിൽ BJPയും കോൺഗ്രസും തമ്മിലുള്ള വോട്ട് വ്യത്യാസം വളരെ നിർണായകമായിരുന്നു. ആ നിർണായകമായ ലീഡാണ് വാസ്തവത്തിൽ കോൺഗ്രസിനെ ജയിപ്പിച്ചെടുത്തത്. ഇത്തവണ പക്ഷേ രാഹുൽ മാങ്കൂട്ടം വിജയിച്ചു കയറിയത് 18,840 എന്ന റെക്കോർഡ് ഭൂരിപക്ഷത്തോടെയാണ്. വാസ്തവത്തിൽ BJPയുടെ നഗരസഭയിലും 4600-ലേറെ വോട്ടിൻ്റെ മൃഗീയ ലീഡ് നേടിയെടുത്തത് അക്ഷരാർത്ഥത്തിൽ BJP നേതൃത്വത്തെ ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഇതിനേക്കാൾ ഏറ്റവും വലിയ വിഷമം, അതായത് BJP തകർന്നു പോയതിൽ ഏറ്റവും വലിയ വിഷമം ഉള്ളിൽ കാത്തു സൂക്ഷിക്കുന്നത് CPIMൻ്റെ പ്രവർത്തകരാണ് എന്ന് പറയുമ്പോഴാണ് ഇതിലെ അന്തർധാര എത്രത്തോളം വലുതാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. അതായത് വ്യാജ ട്രോളി വിവാദം, അതായത് കള്ളക്കടത്തുകാരൻ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ നോക്കി ഒരു ഉളുപ്പുമില്ലാതെ വിളിച്ച CPIMൻ്റെ നേതാക്കൾ അവരിന്ന് മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ്. കൃത്യമായി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അമ്മ പറഞ്ഞ ഒരു വാക്കുണ്ട്: നിങ്ങൾക്ക് ആ ട്രോളി ബാഗിൽ ഒരു 40 ലക്ഷം രൂപ നിറച്ചു വെച്ചിട്ട് ഇത്ര ഈസിയായി കൊണ്ടുപോകാൻ കഴിയുമോ? കാരണം കൃത്യമായി ഞാൻ LIC ബ്രാഞ്ചിൽ, കൊട്ടാരക്കര ബ്രാഞ്ചിൽ 17 കൊല്ലം ക്യാഷിൽ ഇരുന്ന വ്യക്തിയാണ്, എനിക്കത് അറിയാൻ കഴിയും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മാതാവിൻ്റെ ആ ട്രോള് വളരെ അധികം ഏശിയിരിക്കുന്നത് CPIM നേതൃത്വത്തിനെതിരെയാണ്. CPIMൻ്റെ കടന്നാക്രമണം അതിര് കടക്കുന്ന രീതിയിലേക്ക് നീങ്ങിയത് അന്ന് കണ്ടതാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ വ്യാജനെന്ന് വിളിച്ചും മോശക്കാരനായി മുദ്ര കുത്തിയും CPIM നടത്തുന്ന വൃത്തികെട്ട കളികൾക്ക് കൂടി കിട്ടിയ മറുപടിയായിരുന്നു അത്. ഇത്രയും ഭാഗ്യം ചെയ്ത സ്ഥാനാർത്ഥി വേറെ ആരുണ്ട് എന്നായിരുന്നു തെരഞ്ഞെടുപ്പ് ദിവസം ഫലപ്രഖ്യാപനത്തിന് ശേഷം രാഹുൽ മാങ്കൂട്ടം മാധ്യമങ്ങളോട് പറഞ്ഞത്. അതിന് കാരണം എല്ലാ നേതാക്കളും പാലക്കാട് തനിക്ക് വേണ്ടി പ്രചരണത്തിന് വന്നത് വലിയ തോതിൽ ഒരു അനുഗ്രഹമായി തീരുകയായിരുന്നു. മുസ്ലിം ലീഗിലെ PK ഫിറോസ് പോലും തൻ്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചരണം നടത്തുന്നതിനേക്കാൾ ഏറെ പണിപ്പെട്ടാണ് പിരായിരിയിലും മാത്തൂരിലുമൊക്കെ പ്രചരണം നടത്തിയത്. വാസ്തവത്തിൽ നിരവധിയായ കോൺഗ്രസ് MLAമാർ അഹോരാത്രം പോരാടി നേടിയെടുത്ത ചരിത്ര വിജയമാണ് ഇത്.